എമ്പുരാന് വേണ്ടി ഏറ്റവും ഉചിതമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടെത്താൻ പൃഥ്വിരാജ് ചെലവഴിച്ചത് നീണ്ട 18 മാസങ്ങൾ. കേരളത്തിലേക്കാൾ വിദേശ രാജ്യങ്ങളാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ പ്രധാന ലൊക്കേഷൻ. ലൂസിഫറിലെ പോലെ തിരുവനന്തപുരം, വണ്ടിപ്പെരിയാർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലും എമ്പുരാന്റെ കഥ പറയുന്നുണ്ടെങ്കിലും സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ എമ്പുരാനിൽ മറ്റൊരു ലോകമുണ്ടെന്ന് പൃഥ്വി പറയുന്നു. സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥ രാജ്യങ്ങളിൽ പോയി തന്നെയാണ് ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നത്. ആ ഒറിജിനാലിറ്റിയാകും എമ്പുരാന്റെ പ്രധാന പ്രത്യേകത. 2022 അവസാനം തന്നെ ചിത്രത്തിന് വേണ്ടിയുള്ള ലൊക്കേഷൻ ഹണ്ടിങ് ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ ചിത്രീകരണം തുടങ്ങുന്ന ചിത്രം 6 രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്താണ് പൂർത്തിയാക്കുന്നത്. ലൊക്കേഷനുകൾക്ക് വേണ്ടി സംവിധായകൻ പൃഥ്വിരാജും സംഘവും 6 മാസത്തോളമായി നടത്തിയ യാത്രകൾ ഉത്തരേന്ത്യയിൽ അവസാനിച്ചത് 2023 ഫെബ്രുവരിയിലാണ്. പിന്നീടാണ് വിദേശ ലൊക്കേഷനുകൾ തേടി ടീം വീണ്ടും യാത്ര തിരിച്ചത്. കരിയറിലെ 1.5 വർഷം ലൊക്കേഷൻ ഹണ്ടിനായി മാത്രം പൃഥ്വിരാജ് മാറ്റിവെച്ചു. UK, അമേരിക്ക, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഷെഡ്യൂളുകൾ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. ചിത്രീകരണം ഇപ്പോൾ 20% പൂർത്തിയായി കഴിഞ്ഞു. UAയിലും ഇന്ത്യയിലുമുള്ള ഭാഗങ്ങളാണ് അവശേഷിക്കുന്നത്. 2019 ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായ ലൂസിഫറിനു ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സൂപ്പർ താരം മോഹൻലാൽ ഖുറേഷി അബ്രാം ആയി വീണ്ടും എത്തുന്നു. എമ്പുരാനിൽ മുണ്ടുമടക്കി കുത്തി അടിയുണ്ടാക്കുന്ന മോഹൻലാലിനെ നിങ്ങൾ കണ്ടെന്ന് വരില്ലെന്നും ലൂസിഫറിലെ രണ്ടാം ഭാഗമാണോ ഞാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ തനിക്ക് പോലും പറയാൻ പറ്റില്ലെന്നും പൃഥ്വിരാജ് പറയുന്നു. മുരളി ഗോപിയാണ് കഥയും തിരക്കഥയും. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, സുകുമാരൻ, സായ് കുമാർ, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ, സച്ചിൻ ഗദേക്കർ എന്നിവരും ലൂസിഫറിലെ തുടർച്ചയായ തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. സുരേഷ് ബാലാജിയും ജോർജി പയനും ചേർന്നുള്ള വൈഡ് ആംഗിൾ ക്രിയേഷനാകും ലൈൻ പ്രൊഡക്ഷൻ.